ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലാസ്റ്റ് സമ്മറിൽ പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. വോബൺ സഫാരി പാർക്കിൽ പോയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം കാറുണ്ടെങ്കിൽ, സ്വന്തം കാറല്ല നിങ്ങൾക്ക് ടാക്സി വിളിച്ചിട്ട് പോകാം, പക്ഷേങ്കിൽ കാറുണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് നമ്മൾ കാറിൽ ചുറ്റി കാണുന്ന ഒരു സൂ ആണ്. ആനിമൽസൊക്കെ പുറത്താണ് അധികം ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് ഏകദേശം 360 ഏക്കർ വരുന്ന ഒരു പാർക്കാണ്. അതായത് ഇത് ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ ഇംഗ്ലണ്ടിലുള്ള ബെഡ്ഫോർഡ്ഷെയർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു വോബൺ സഫാരി പാർക്ക് ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാറിന് എന്ത് തന്നെ സ്ക്രാച്ചോ എന്ത് പറ്റിയാലും അതിന് ഇവർ ഉത്തരവാദികളല്ല. നമ്മൾ ഓൺ റിസ്കിൽ വേണം നമ്മൾ ഈ ഒരു പാർക്കിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഓൺലൈനിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്ത ടിക്കറ്റ്സൊക്കെ. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർക്ക് ആയിട്ട് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ കാറിൽ 5 ആൾക്കാർ ആയിരിക്കും ഉണ്ടാവുക. 5 ആൾക്കാരുള്ളൊരു ഒരു കാറിനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചിലത് നമുക്ക് ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ആനിമൽസിനെ കാണാൻ പറ്റും. ഞങ്ങളിവിടെ ഇപ്പോൾ ക്യൂവിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നിപ്പം ചിലത് ഇവിടെ നമ്മൾ ഈ ഒരു ഗേറ്റിൽ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ചിലത് നമുക്ക് ഗേറ്റിൽ കിട്ടില്ല, ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വിൻഡോസ് ഒന്നും ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, എന്ത് തന്നെ വന്നാലും കാറ് വിട്ട് പുറത്തിറങ്ങാനും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയുള്ള സഫാരിയാണ് പോകാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളത് എന്ത് തന്നെ ഇപ്പം കാറ് ബ്രേക്ക് ഡൗൺ പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൺ പ്രസ് ചെയ്യുക, ഹോൺ അടിക്കുക, അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. മെയിനായിട്ട് വിൻഡോസ് ഓപ്പൺ ചെയ്യാനേ പാടില്ല. സോ ഇതിനുള്ളിലേക്ക് പോയാൽ നമുക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും ഈ റെഡ് സൈൻ ബോർഡ്സ് കാണാം. അതിലൊക്കെ ഇത് തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. സോ പോകുന്നുണ്ടെങ്കിൽ പക്ഷേ നല്ല ഒരു 1 ഡേ കുട്ടികളെല്ലാം ആയിട്ട് പോയിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പിന്നെ പറഞ്ഞില്ലേ കാറിൻ്റെ കാര്യം, നമുക്ക് എന്ത് തന്നെ കാറിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നാൽ ഇവിടുത്തെ ആൾക്കാർ ഉത്തരവാദികളല്ല, നമ്മൾ ഓൺ റിസ്കിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് ടോപ്പ് കൺവെർട്ടബിൾ കാർസ് ഒന്നും ഇതിനുള്ളിൽ ചില ഏരിയയിൽ അലൗഡ് അല്ല. അതായത് കാർണിവോസ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ചില സേഫ്റ്റി റീസൺ ഉള്ളത് കൊണ്ട് തന്നെ അത് അലൗഡ് അല്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഏകദേശം 360 ഏക്കർ വരുന്നൊരു പാർക്കാണ്, വലിയൊരു സ്ഥലത്തുള്ളൊരു പാർക്കാണ്. നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇതിലെന്ന് പറയുന്നത് റോഡ് സഫാരി, ഫുഡ് സഫാരി, പിന്നെ ആഫ്രിക്കൻ ഫോറസ്റ്റ്, മിനി റെയിൽവേ, പിന്നെ പെഡൽ ബോട്ട്സ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, കാഫേ, ഗിഫ്റ്റ് ഷോപ്സ്, പാർക്ക്, പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനുള്ളിൽ. ഇപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ആനിമൽസിനെ കണ്ടിട്ട് പിന്നെയും നമുക്ക് ഈ ഒരു ആനിമൽസിനെ കാണണം, ഒന്നുകൂടെ റൗണ്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് ഈ ഒരു സർക്യൂട്ടിൽ കറങ്ങാം. പക്ഷേ ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടൈം ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. മിനിമം എന്ന് പറയുന്നത് 60 to ഏകദേശം ഒരു 1 hour മിനിമം പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരെയും കാറിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ടൈം ഡിലേ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ട് ഈ കാണുന്നത് ഏഷ്യൻ എലിഫൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഏകദേശം 80 സ്പീഷീസിലുള്ള തൗസൻഡ്സ് ഓഫ് ആനിമൽസ് ഉണ്ട് ഇതിനുള്ളിൽ എന്നാണ് പറയുന്നത്. ഇത് 1970 ഉണ്ടാക്കിയൊരു സഫാരിയാണ്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു തരത്തിലുള്ള എലിഫൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത് ഡബിൾ ഗേറ്റ്സ് സെക്യൂരിറ്റി ഉള്ളൊരു ഗേറ്റാണ്. സോ ഇത് എപ്പോഴും ക്ലോസ്ഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി പോകുന്നത് കാർണിവോസ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളിപ്പം കണ്ടില്ലേ, ഏകദേശം ഡബിൾ ഗേറ്റ് സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം തന്നെ തലങ്ങും വിലങ്ങുമായിട്ട് റെഡ് സൈൻ ബോർഡ് കാണാം. അതിൽ എഴുതിയിട്ടുണ്ട് ഡേഞ്ചർ ആനിമൽസ് ആണ്, സോ പ്ലീസ് കീപ് മൂവിങ് സ്ലോലി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വളരെ സ്ലോ ആയിട്ട് നമുക്ക് കാർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ, ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള കാറ് പോകുന്ന ഇതേ നമുക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റർ ആയത് കാർണിവോസ് എന്ന് പറയുന്നുള്ള ഏരിയയിലേക്കാണ്.
സോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഈ കാറിൽ പോകുന്ന സമയത്ത് ഇതൊന്നും കേജ്ഡൊന്നല്ല, ഇതിനൊക്കെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അത് ഞങ്ങൾ ഈ ടൈഗർ ഇതിനൊക്കെ എവിടെയാണ് നമ്മളീ പോകുന്ന സമയത്ത് നമ്മൾ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെന്ന് വെച്ചാൽ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഒരുപാട് ടൈപ്പ് ടിക്കറ്റ്സ് ഉണ്ട്. അതാ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ടൈഗറിനും നമ്മളെ കാറിനും ഇടയിൽ വേറെ എന്താ പറയുക കമ്പി വേലിയോ അങ്ങനെ ഒരു കാര്യമില്ല. ഈ ടൈഗർ നമ്മൾ കാറിനടുത്തേക്ക് വന്നു അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറയുന്നത് അവർ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. വിൻഡോസ് ഒരു കാരണവശാലും നമ്മൾ കാറിൻ്റെ വിൻഡോസ് താഴ്ത്താൻ പാടില്ല. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ എന്താ, അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് ദൂരെയാണ്, ഞാനിത് കുറച്ച് സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സോ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ വിൻഡോ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഈ ടൈഗർ അടുത്ത് വരുമ്പോൾ പിന്നെ അത് ഉയർത്താൻ വേണ്ടി നമുക്ക് ഇത്തിരി ധൈര്യം വേണമല്ലോ. സോ ബി കെയർഫുൾ. ഇതിൽ ഈ ഒരു സൂവിൽ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എഴുതി വെച്ച റൂൾസൊക്കെ അതുപോലെ എന്താ പറയുക ഫോളോ ചെയ്യുക. വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും 2018 ഇതുപോലൊരു ബെയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു കാറിൻ്റെ ഇതിൽ. അതായത് ഒരു ബെയർ കാറിൻ്റെ ബോണറ്റിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറിയിട്ട് അതിൻ്റെ വിൻസ്ക്രീനൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. 2018 പിന്നെയെന്ന് വെച്ചാൽ 2024 ഇവിടുത്തെ ഒരു സൂ കീപ്പറിന് എലിഫൻ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. സോ വേറെ കാര്യമായിട്ടൊന്നും ഞാൻ നോക്കിയ സമയത്ത് വലിയ ഒരുപാട് ഡേഞ്ചറായിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വേറെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇവിടെ ഇന്നും നമ്മൾ കുറച്ച് കാറ് സ്ലോ ആയിട്ടാണ് പോവുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാരി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ കാറും നിർത്തിയിടണം. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ആനിമൽസിനൊക്കെ സൂവിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ നമ്മൾ കാർ ഓടിച്ച് പോയിട്ട് സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നല്ല പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ കേജിലല്ലാത്ത ഈ ആനിമൽസിനൊക്കെ കാണുന്ന സമയത്ത്. സോ ആ ബെയർ അങ്ങനെ ക്രോസ് ചെയ്ത് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് ചില ടിക്കറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ടിക്കറ്റ്സും ഓൺലൈനിൽ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഗേറ്റിൽ വന്നാലും ചിലതൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ ടിക്കറ്റ്സും ഗേറ്റിൽ അവൈലബിൾ അല്ല. സോ ഇവിടെ ഈ സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബെയർ ക്യാൻ ഡാമേജ് യുവർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട്. സോ ഇവരെന്താ പറയുക, നമ്മൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്, നമ്മളെ റിസ്കിലാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് വരുന്നത്. സോ പിന്നെയെന്ന് വെച്ചാൽ അത് ഈ ടിക്കറ്റ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടിക്കറ്റ്സ് ഉണ്ട്, ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ വേറെ എന്താ പറയുക, മീൽസൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ നമ്മൾക്ക് പേഴ്സൺ എത്ര ആൾക്കാരുണ്ടോ ആൾക്കാർക്ക് എടുക്കുന്നൊരു ടിക്കറ്റ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ്സിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗൈഡ് ബുക്ക് ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ തരും അവർ. ഇത് കണ്ടില്ലേ, പറയുന്നതിനിടയില്ല, ഇതൊക്കെ ആ ബെയറാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിനുള്ളിൽ സീ ലയൺ കൗണ്ട്. സോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. സോ അത് പിന്നെയെന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ ഇൻഡോർ സീ ലയൺ ഷോ, പിന്നെ മിനി മൂവീസൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഡ്രിങ്ക്, മീൽസ്, ഇതൊക്കെ നമ്മൾ അവിടെ അതിനുള്ളിലുള്ള റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ്സിൽ. പിന്നെ അവിടെ കഫേയിലുള്ള സാധനങ്ങളൊന്നും ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ടിക്കറ്റ്സ് ഉണ്ട്, സിംഗിൾ ഡേ ടിക്കറ്റ്സ് ഉണ്ട്, നമുക്ക് ആനുവൽ പാസ് പോലത്തതുണ്ട്, ഇവൻറ്റ് ടിക്കറ്റ്സ്, പിന്നെ ഓപ്പൺ ഡേറ്റഡ് ഫ്ലെക്സി ടിക്കറ്റ്സ്, അങ്ങനെ ഒരുപാട്. നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നമ്മളെ കാറ് അല്ലെങ്കിൽ നമ്മൾ ടാക്സി ആണെങ്കിൽ അത് വിളിച്ചിട്ട് ഒരു ഫുൾ ഡേ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ്. ഞങ്ങൾ വിൻ്ററിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ ടൈമിങ്ങും കാര്യമൊന്നും. പക്ഷേങ്കിൽ സമ്മറിലാണ് ഈ ട്രിപ്പ് സമ്മറാണ്, കുറച്ച് മുമ്പേ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഏകദേശം നവംബർ ആവാറായി. ഞങ്ങളിത് പോയത് ജൂലൈയിലാണ്, മോൻ്റെ വെക്കേഷൻ ടൈമിൽ പോയൊരു വീഡിയോ ആണിത്.
സോ അങ്ങനെ വേറെ എന്താ ഇതിനുള്ളിൽ മെയിനായിട്ട് അതാണ്. ഇപ്പോൾ നമ്മൾ കാറിൽ എന്തെങ്കിലും നമുക്കൊന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആവശ്യം വരികയാണെങ്കിൽ ഹോൺ അടിക്കുമെന്നല്ലാതെ ഒരു കാരണവശാലും അവർ പറയുന്നുണ്ട് നിങ്ങൾ വാഹനം വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. സോ ഇപ്പം ഞങ്ങൾ പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡും ഈ ഒരു ആനിമലും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടോ ജസ്റ്റ് അവർ പറഞ്ഞ് ജസ്റ്റ് സ്ലോയിൽ മൂവ് ആയിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. സോ അതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആനിമൽസ് നമ്മൾ ഈ ഡ്രൈവ് ത്രൂ ആണ്. സോ ഈ ആനിമൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അതിൻ്റെ സൈഡിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് കൺട്രീൻ്റെതാണ് എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലെഴുതി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സെക്കൻഡ് ഗേറ്റ് ആണ്. ഈ കാർണിവോസ് സെക്ഷനിൽ മാത്രം ഇവർ ഡബിൾ സെക്യൂരിറ്റി ഗേറ്റ്സ് ആണുള്ളത്. സോ നമ്മൾ വന്നതിന് ശേഷം സ്ലോ ആയിട്ട് ഓപ്പൺ ആകും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലം വിട്ട് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ചില സ്ഥലങ്ങളൊക്കെ നമുക്കത് പോകാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള ആഫ്രിക്കൻ ഫോറസ്റ്റ് ആണ്. അതായത് നിറയെ മങ്കിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. സോ അത് ഇപ്പോൾ ആൾക്കാർക്ക് ഈ കാറ് കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പ്രശ്നമുള്ളൊരു സ്ഥലമാണിത്. സോ സ്ക്രാച്ചസ് അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് സോ ആ ഒരു സ്ഥലം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ വഴിയുണ്ട്, അതിൽ പോവാതെ നമുക്ക് പോകാൻ പറ്റും. സോ ഇതിപ്പോൾ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ജിറാഫൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ ഈ റോഡ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ആനിമൽസ് ആയിട്ട് വരിക. സോ ഈ ഒരു ജിറാഫിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ സൈഡിൽ തന്നെ, ഇത് ഏത് കൺട്രീൻ്റെതാണ്, ഇത് എത്ര ടോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഓരോ ആനിമൽസിൻ്റെ സൈഡിലും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഞങ്ങൾ ജിറാഫിനൊക്കെ കണ്ട് മെല്ലെ ഇവിടുന്ന് മൂവായി. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ ഫോറസ്റ്റിലേക്കാണ്. അതായത് മങ്കിയൊക്കെ ഉള്ള സ്ഥലത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് കാറിന് മുകളിലിരുന്ന ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള കാറാണത്. കാറിൻ്റെ മുകളിലാണ് ഉള്ളത്. സോ ഈ ഒരു സ്ഥലം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്തിട്ട് പോവാം. ഇതിനുള്ളിലേക്ക് വരണമെന്ന് ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിനുള്ളിലേക്ക് കൂടെ കയറി. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പം ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് വിൻഡോ ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കുറച്ച് സമയമാണുള്ളത്. പക്ഷെ ഇവിടെ ഇന്നും കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോകണം. റോഡിലൊക്കെ ഈ ഒരു മങ്കി ഉണ്ടാവും. സോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലവും കവർ ചെയ്ത് പോയി.
പിന്നെയെന്ന് പറഞ്ഞാൽ 2018 ഒരു ജനറേറ്ററിൽ നിന്നുണ്ടായൊരു ഫയർ കാരണം ഏകദേശം 13 മങ്കീസ് ഇവിടെ ചത്തുപോയിട്ടുണ്ട്. സോ അതിവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു വാർണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോൺ അടിക്കുക, വണ്ടി വിട്ടിട്ട് അല്ലെങ്കിൽ കാറ് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. സോ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ സേഫ്റ്റിയൊക്കെ സേഫ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് ആ ഒരു ബെയർ അറ്റാക്കിൻ്റെയും സൂ കീപ്പറിനെ എലിഫൻറ്റ് അറ്റാക്കിൻ്റെയും ഞങ്ങൾ ആ ഒരു നെറ്റിൽ നോക്കിയപ്പോഴാണ് അത് കണ്ടത്. വേറെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. സോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുൾ ഡേ ഞങ്ങൾ പോയി പുറത്തേക്ക് പോകുന്നത് വരെ വേറെ സേഫായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. ഈ കാണുന്നതാണ് മിനി റെയിൽവേ എന്ന് പറയുന്നത്. ഇതിനുള്ളിലുള്ള ഒരു ചെറിയൊരു ട്രെയിനാണ്. നമുക്കിതിനുള്ളിൽ കയറിയിട്ട് ഇപ്പം വേറെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ആ ഒരു ആനിമൽസിനൊക്കെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റും. അതിനുള്ളൊരു ട്രെയിനാണിത്. അങ്ങനെ ഞങ്ങൾ റോഡ് സഫാരി കഴിഞ്ഞ് അത് ഏകദേശം 60 to 90 minutes ആണ് എടുത്തത്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്കുള്ളത് ഫുഡ് സഫാരിയാണ്. നമുക്ക് നടന്നുകൊണ്ട് കാണാൻ പറ്റിയ കുറേ, ഇതൊരു പിക്നിക് ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് പെഡൽ ബോട്ട്സും ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഇപ്പോൾ പെഡൽ ബോട്ട്സൊക്കെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ കാഫേയും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ പെഡൽ ബോട്ട്സിൽ പോയി. ഈ പെഡൽ ബോട്ട്സിൽ എന്ന് പറയുന്നത് മിനിമം 2 ആളെങ്കിലും വേണം, മാക്സിമം 5 ആളാണ്. സോ അതും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് സമ്മറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ വിൻ്റർ അല്ലെങ്കിൽ ഇവിടെയുള്ള UK ഓട്ടം സീസൺ എന്നൊക്കെ പറയുന്നത് അധിക സമയം മഴയായിരിക്കും. സോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ UK സമ്മർ ടൈമിൽ വരും, അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾക്ക് ഈ ഒരു ആനിമൽസിനൊക്കെ നമ്മൾ ഈ ഒരു റോഡ് സഫാരി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ത്രൂ പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ കാണാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ടാണ് അവർ പറയുന്നത് ആ ഒരു സർക്യൂട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ആ ഒരു സർക്യൂട്ടിൽ കറങ്ങാൻ പറ്റും. സോ നിങ്ങൾ വരികയാണെങ്കിൽ സമ്മറിൽ വരുന്നതായിരിക്കും ബെറ്റർ എന്ന്. ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്.
അങ്ങനെ ഞങ്ങൾ പെഡൽ ബോട്ട്സൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള ക്യാഫേയിലേക്ക് കയറി. അപ്പോഴാണ് അതിൻ്റെ ഫ്രണ്ട്ലി ആനുവൽ പാസ് ടിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ് ഈ ആനുവൽ പാസ് ടിക്കറ്റ്, ഈ ആനുവൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഡെസേർട്ടിലേക്കാണ്. ഡെസേർട്ട് ഉള്ള ആനിമൽസിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനുള്ളിലൊക്കെ നമുക്ക് കീപ്പർ ടോക്സ് ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഇവർ കീപ്പർ ടോക്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആനിമലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇത് നിങ്ങൾ കാണുന്നത് സീ ലയൺ കോവ്സ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് വേണം. നമുക്ക് നോർമലായിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല.
പിന്നെ അത് ഞങ്ങൾ പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു സീ ലയണിനെ പുറത്തുനിന്ന് കാണാൻ പറ്റും, ഉള്ളിലുള്ള ആ ഒരു ഷോ നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതിന് ട്രെയിനിലേക്കാണ്, ആ ഒരു മിനി റെയിൽവേ അതിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ടൈമിലാണ് ലാസ്റ്റ് എപ്പോഴാണ് ഈ ട്രെയിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ടാകും. സോ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറുതായതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റുള്ളൂ. സോ ഞങ്ങളിങ്ങനെ ക്യൂവിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിന് കയറി പോകുന്നത് ഈ അൽപാക്ക എന്ന് പറയുന്ന ഒരു ഈ ഒരു ആനിമലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ഒരു സൗത്ത് അമേരിക്കൻ ക്യാമലിഡ് ആണ്, അതായത് ക്യാമൽ ഫാമിലിയിൽ പെടുന്ന ഒരു ആനിമലാണ്. പക്ഷേങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് സൈസ് സ്മോളാണ്, പക്ഷേ കാണാൻ ഏകദേശം ഒരു ക്യാമൽ ലുക്കൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. ഇത് ഏകദേശം ഇതിൻ്റെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പെറു എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത, ഇതിപ്പം കാണുമ്പോൾ തന്നെ അറിയാം, ഫ്ലഫി ആയിട്ടുള്ള ഇതിൻ്റെ ഫ്ലീസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വൈൽഡ് ആയിട്ടുള്ളതിനൊന്നും ഇപ്പം കാണാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻസിലൊക്കെ കണ്ടുവരുന്നത്, ഇപ്പം പെറു, ചിലി പോലുള്ള സ്ഥലത്തൊക്കെ കണ്ടുവരുന്ന ഒരു ആനിമലാണിത്. കാണാൻ ഏകദേശം ക്യാമലിനെ പോലൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ഹൈറ്റ് ഇല്ല, പിന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്ലീസുമാണ്. സോ ഇതിനെയാണ് മെയിനായിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി വന്നിട്ട് കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ സീ ലയൺ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഇവരുടെ ഉള്ളിലുള്ള സ്ഥലത്തുനിന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ആ ഒരു ചില ഷോസൊക്കെ ഉണ്ട് അവർ അറേഞ്ച് ചെയ്യുന്നത്. സോ അത് നമ്മൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പുറത്തുള്ള ഇവിടെ വെച്ചിട്ട് ഈ ഒരു സീ ലയണിനെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് സെക്ഷനിലെത്തി. ഇവിടെയാണ് പെൻഗ്വിൻസൊക്കെ ഉള്ളത്. സോ ഞങ്ങൾ ഇവിടുന്ന് പെൻഗ്വിനെയും കണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പെൻഗ്വിനെ കാണുന്നത്. അപ്പോൾ പെൻഗ്വിനെയും കണ്ട് ഞങ്ങൾ ഇതിന് ശേഷം ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ അത് കവർ ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ, കുട്ടികളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. സോ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഏകദേശം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ഒരുപാട് ലേറ്റായി, വൈകുന്നേരമായി.
ഒരു 6 ഒക്കെ ആവാറായെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലോസിങ് ടൈം എനിക്കറിയില്ല. സോ ഇവിടെ എത്ര മണിക്കാണ് ഇവർ ക്ലോസ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ലേറ്റ്, രാവിലെ വന്നതാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് ഒരു ഡേ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കാറിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ചാൽ മതി. അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.